ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു മലബാർ ചിക്കൻ ബിരിയാണി കണ്ടാലോ? ആദ്യം തന്നെ നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായ ചിക്കൻ ഞാൻ ഇവിടെ വാഷ് ചെയ്ത് വെച്ചായിരുന്നു. അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒരൊറ്റ വിസിൽ വേവിക്കാൻ വയ്ക്കണം. വെന്തുടഞ്ഞു പോകരുത് കേട്ടോ. എന്നിട്ട് ഇപ്പം നമ്മളിവിടെ റൈസിലേക്ക് വേണ്ട വെള്ളമാട്ടോ വെക്കുന്നത്. അതിലേക്ക് ഞാനൊരു 4-5 പട്ട, ഒരു 4-5 ഏലക്കായ, കറാമ്പൂ, പിന്നെ ചോറ്റയില എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ രമ്പേല എന്ന് തന്നെ പറയും കേട്ടോ. അത് വെച്ചിട്ട് ആവശ്യത്തിലുള്ള ഉപ്പിനേക്കാൾ കുറച്ചുകൂടെ ഉപ്പ് മുന്തി നിൽക്കണം, എന്നാലേ നെയ്ച്ചോറിൽ ഉപ്പ് പിടിക്കുള്ളൂ കേട്ടോ. ആ സമയത്തേക്ക് നമ്മളുടെ ചിക്കൻ വേവിക്കാൻ വെച്ചത് ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഈ പരുവത്തിൽ കിട്ടണം. വെന്തുടഞ്ഞു പോകരുത്, ഒരു ഹാഫ് പരുവമായിട്ട് കിട്ടണം. കാരണം നമുക്ക് ദമ്മിടാനുള്ളതാണ്, അപ്പോൾ അതിൽ വെന്തുടഞ്ഞു പോകും. അതുകൊണ്ടാട്ടോ. ഞാനിവിടെ 5 സവാളയും 2 തക്കാളി ആട്ടോ എടുത്തത്. അതിലേക്ക് കുറച്ച് ഉപ്പും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഉള്ളിയും തക്കാളി നല്ലോണം വേവിക്കാൻ വെക്കുക കേട്ടോ. ഞാനിവിടെ 2 വിസിലടിച്ചിട്ട് ഏറെ കളയാതെ വെക്കട്ടെ ചെയ്തത്. അതൊക്കെ ഓരോരുത്തർ കുക്കറിൻ്റെ ഇതുപോലെ ഇരിക്കും. പിന്നെ ബിരിയാണി മസാല വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരിക്കലും പൗഡറായിട്ട് വാങ്ങിക്കണം, ഈ കൂട്ട് വാങ്ങിക്കണം. ഇതാട്ടോ ബിരിയാണി ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാക്കുക. ഇത് നല്ലോണം ചട്ടിയിലിട്ട് ചൂടാക്കിയിട്ട് നല്ലോണം പൊടിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. അതേസമയം നമുക്കിതിലേക്ക് ആവശ്യമായ കാഷ്നട്ടും മുന്തിരിയൊക്കെ ഒന്ന് നെയ്യിൽ നല്ലോണം മൂപ്പിച്ച് മാറ്റി വയ്ക്കണം കേട്ടോ. പിന്നെ ഇതേ ചട്ടിയിൽ തന്നെ കുറച്ചുകൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഞാനിവിടെ സവാള നൈസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായത് കേട്ടോ. സെയിം ചട്ടിയിൽ തന്നെ നൈസാക്കി വെച്ച് സവാളയും ഇതേ കണക്കിന് ഇട്ടേക്കണം കേട്ടോ. എന്നിട്ടൊരു മുരിഞ്ഞ ടൈപ്പായിട്ട് നമുക്ക് എടുക്കേണ്ടത്, കരിഞ്ഞു പോകരുത് കേട്ടോ. കുറച്ച് ഉപ്പുകൂടെ ഞാൻ വിതറി കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതാ ഈ ഒരു കളറാകുമ്പോൾ ഗ്യാസ് ഓഫ് ആക്കി വെക്കണം. എന്നിട്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കേണ്ടത്. അത് വേറെ ഒന്നിനല്ല, നല്ല ക്രിസ്പി ആയിരിക്കും സവാള. അതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് പഞ്ചസാര ചേർക്കുന്നത്. പിന്നെ നോക്കിയപ്പോൾ നമ്മളെ വെള്ളമൊക്കെ നല്ലോണം കാഞ്ഞിരുന്നു. ആ സമയം നമുക്ക് ബിരിയാണി റൈസിലേക്ക് തട്ടി കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ഡാൽഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അത് റൈസ് തമ്മിൽ ഒട്ടായിരിക്കാനാട്ടോ. പിന്നെ നമുക്കതേ ആ സമയം കൊണ്ട് തന്നെ സ്റ്റൗവിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇതിൻ്റെ മിക്സ് ഉണ്ടല്ലോ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് തട്ടിയിട്ട് ആ പച്ചമണം മാറുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളുടെ ഈ ഉള്ളി തക്കാളി വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് തട്ടി കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് പിന്നെ നമ്മൾ ആ ചിക്കൻ വേവിച്ച ആ വെള്ളം ഉണ്ടല്ലോ, അത് കളയരുത് കേട്ടോ. അതെപ്പോഴും മാറ്റി വെക്കണം. ആ വെള്ളം ഇതിലേക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് നല്ലോണം ആ ഉള്ളിയിൽ ഇതിലേക്ക് സെറ്റാൻ വേണ്ടിയിട്ടാണോ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ആ സമയം നോക്കിയപ്പോഴേക്കും ഏകദേശം നമ്മളുടെ ചോറൊക്കെ വെന്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഊറ്റി വെച്ചു. പിന്നെ ഇതേ ഈ ഒരു പരിവാകുമ്പം അതിലേക്ക് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതാ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കത്തില്ല കേട്ടോ. പിന്നെ ഇതാ നമ്മൾ പൊടിച്ച് വെച്ച ബിരിയാണി മസാലേൻ്റെ കൂട്ടാട്ടം ഞാൻ ഒരു 1.5 സ്പൂണോളം ബിരിയാണി മസാലയുടെ കൂട്ട് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. കാരണം നല്ല വെള്ളം ഉണ്ടാവരുത്, നമ്മൾ ഒഴിച്ച വെള്ളം കൂടി നല്ല അതിലേക്കായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിൽക്കണം. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് തൈരിൽ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. പകുതി തൈരൂടെ മിക്സ് ചെയ്ത് ഇതേ കണക്കിന് നല്ലോണം അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ആ വേവിച്ച് വെച്ച ചിക്കനും കൂടി ഇതിലിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്നത് സെറ്റാകാൻ വേണ്ടി 2-3 മിനിറ്റ് നേരം നല്ലോണം കൈവിടാതെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് എടുക്കണേ. എന്നിട്ട് അടപ്പ് തുറന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ആ ഉള്ളി, കാഷ്നട്ട്, മുന്തിരി അതിൽ നിന്നിട്ട് കുറച്ചെടുത്തതിൽ വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ ബിരിയാണിക്ക്. ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കണം. പിന്നെ മല്ലിയില അതൊക്കെ കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഉണ്ടല്ലോ, ഇതിനി ഇടുമ്പോൾ ഒരു ലെയർ കണക്കിന് വേണം ഇടാൻ കേട്ടോ. പിന്നെ അതിലേക്ക് ഞാനിവിടെ നെയ്യ് ചേർക്കേണ്ടത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് നെയ്യ് ഒരുമാതിരി കട്ട പിടിച്ചിരിക്കുകയായിരുന്നു, അതാട്ടോ അങ്ങനെ കുടഞ്ഞാക്കിയത്. പിന്നെ അതിലേക്ക് കുറച്ച് നമ്മളുടെ ബിരിയാണി മസാലയുടെ കൂട്ട്, പിന്നെ മല്ലിയില, പിന്നെ ഉള്ളി, കാഷ്നട്ടൊക്കെ വറുത്തത്, പിന്നെ അങ്ങനെ ഓരോരോ 3-4 ലെയറായിട്ട് ഞാൻ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഞാൻ ദമ്മ് വെച്ചായിരുന്നു. ദമ്മ് വെച്ചതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഒരു കയ്യിൽ ഫോൺ വെച്ച് വെച്ചാണ് ഈ വീഡിയോ ഒക്കെ എടുത്ത്, അതിൻ്റെതായ പരിമിതിയിലെടുത്തൊരു വീഡിയോ ആയതുകൊണ്ട് ആ ഒരു ക്ലിപ്പിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ദമ്മെന്നൊക്കെ എടുത്തപ്പോൾ ഈ റൈസൊക്കെ കണ്ടോ, ഒരു നല്ലൊരു പരിവായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ റൈസ് എപ്പോഴും ഊറ്റിയെടുക്കുമ്പോൾ ഒരു ഹാഫ് വേവിൽ എടുക്കണം. നല്ലോണം വെന്ത പരുവത്തിൽ എടുത്തു കഴിഞ്ഞാൽ ദമ്മും കൂടി ഇടുമ്പോൾ കൂടുതൽ വെന്ത് ഉടഞ്ഞു പോകും. അപ്പോൾ ഒരു മുക്കാൽ വേവൊക്കെ ആകുമ്പോൾ റൈസ് ഊറ്റിയേക്കണം കേട്ടോ. പിന്നെ ഒക്കെ കൂടെ മിക്സ് ചെയ്ത് ഒരു സൈഡിൽ നിന്ന് അങ്ങനെ കുറച്ച് മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഇത്രയേ ഉണ്ടോ നമ്മളുടെ കോഴിക്കോടൻ ബിരിയാണി ഉള്ളൂ. സിമ്പിളാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.